ഇവിടെ ഇവിടെ കാണുന്നില്ലേ, ഇതാണ് പ്രയാഗ്രാജിലെ ചില സ്ഥലങ്ങൾ. കണ്ടോ, ഇവിടെ ട്രാഫിക് ബ്ലോക്കൊക്കെ സ്ഥിരമുള്ളതാണ്. ഇവിടെ ബ്ലോക്കില്ലാത്ത റോഡില്ല. ബ്ലോക്ക് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്താ പറയണ്ടേ, റൂൾസൊന്നും ഇവിടെ ഫോളോ ചെയ്യത്തില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കും. ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊന്നും നോക്കത്തൊന്നുമില്ല, എവിടെയും പോകാം. ഇതാണ് പ്രയാഗ്രാജിൻ്റെ ഒരു ഒരു ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഗാർഡനാണ് അത്. നമ്മുടെ ഗംഗ യമുനയുടെ തീരത്തുള്ളതാണ് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പം അതിൻ്റെ അവിടെ കണ്ടേക്കുന്ന ഇത് ഇവിടെ കണ്ടോ, അത് അവിടുത്തെ ആൾക്കാർക്ക് നിൽക്കാനുള്ള വെയിറ്റിംഗ് ഷെഡ് പോലെയാണ്. പക്ഷേ അത് ആർട്ടിസ്റ്റിക്കായിട്ട് ഉണ്ടാക്കിയെന്നെങ്കിലും അത് യൂസ്ലെസ് ആണ്. അവിടെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല, മഴയും വെയിലും എല്ലാം അവിടെ ഉണ്ടാവും. ഇതൊക്കെയാണ് പ്രയാഗ്രാജിൻ്റെ ഓരോരോ സ്ഥലങ്ങൾ. ഇതൊരു കണ്ടോൺമെൻറ്റ് ഏരിയ ആണ്. അലഹബാദ് കണ്ടോൺമെൻറ്റ് ഏരിയ തന്നെ പറയുന്നത് തന്നെ. അത് ഗംഗ യമുന തീരത്താണ്. നമ്മുടെ സംഘമൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗംഗ ഓവർഫ്ലോ ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഇത്രയും മഴയുടെ സമയത്ത് ഏകദേശം ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് റെയിനാണ് അവിടെ. അപ്പം അത് ഓവർഫ്ലോ ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത് വന്നാലും ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ അമ്മയാണ് ഗംഗ, ആ ഗംഗ ഞങ്ങളെ മക്കളെ കാണാൻ വന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫ്ലഡ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല, അവർക്കതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ അവരുടെ ടി വിയും ഫ്രിഡ്ജും കാറും മോട്ടറും ഒക്കെ പോയാലും നശിച്ചു പോയാലും അവർ പറയുന്നത് കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് അമ്മ ഇനി വീണ്ടും തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ശരിക്കുള്ള സംഘം. ഇന്ന് രാവിലെ ആൾക്കാർ അവിടെ അമ്പലത്തിൽ വന്നേക്കുന്നതാണ് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ. വളരെ ക്രൗഡാണ് അവിടെ. നിങ്ങൾക്ക് കാണാം ഗംഗ നിറഞ്ഞിരിക്കുന്നത്. വേട് ഹനുമാൻ മന്ദിർ, അതായത് ഹനുമാൻ്റെ ശൈശവം അവിടെയാണെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോങ് ക്യൂ ഓഫ് ബെഗേഴ്സാണ്. കണ്ടോ, ബെഗേഴ്സ്. അത് നമുക്ക് എല്ലായിടത്തും ഈ പ്രയാഗ്രാജിലും നോർത്ത് ഇന്ത്യയിൽ എവിടെയും കാണാവുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഈ ബെഗേഴ്സ് എന്നുള്ളത്. അത് ഇവർ ഹോംലെസ് പീപ്പിൾസാണ്. ഇവരെ നോക്കാനൊന്നും ഗവൺമെൻറ്റിന് സൗകര്യമില്ല. അപ്പോൾ അവരിങ്ങനെ ഇരിക്കും. പിള്ളേരുണ്ട്, പ്രായമായവരുണ്ട്, മധ്യവയസ്കരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കും. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അവർക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഒരു ഡെമോക്രസി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഡെമോക്രസിയുടെ ഒരു ശതമാനം പോലും ഇപ്പോഴും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. കണ്ടോ, ഇപ്പോൾ ഗവൺമെൻറ് ശരിക്കും ഇവരെയൊക്കെ നോക്കണ്ടേ. ഇവർക്ക് വീട് കൊടുക്കുക, ഇവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇവർക്ക് ഹെൽത്ത് കെയർ കൊടുക്കുക, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പതറ്റിക് കണ്ടീഷനാണ് ഇവിടെ ഉള്ളത്. അപ്പം 78th ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ ഈ കൊല്ലം ആഘോഷിക്കുമ്പം ഈ ജനങ്ങളെയും കൂടെ നമ്മൾ മനസ്സിൽ വെക്കണം. ഇവർക്ക് ആഘോഷിക്കാൻ വേണ്ടി എന്താ ഉള്ളത്? വാട്ട് ഡു ദേ ഹാവ് ടു സെലിബ്രേറ്റ്? അവർക്ക് എന്താണുള്ളത്? അവർക്കൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെയുള്ള പണ്ട് നെഹ്റുവും ഗാന്ധിയൊക്കെ പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. അവസാനത്തെ മനുഷ്യൻ്റെ കണ്ണിലെ കണ്ണുനീരും വറ്റുന്നതും വരെ നമ്മുടെ ഉദ്യമത്തിന് ശമനമില്ലെന്ന് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ് ഇതെല്ലാം ഭിക്ഷ എടുക്കുന്നത്. ഇതുപോലെ സാഫ്രൺ ക്ലോത്തിൽ വരുന്നതാണെങ്കിൽ അവർ സന്യാസിമാരൊന്നുമില്ല, ഭിക്ഷക്കാരാണ് അവർ മൊത്തം. മനസ്സിലായില്ലേ? അങ്ങനെ അവർ വരിക, ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാം. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ കുറച്ച് കച്ചവടക്കാരൊക്കെയാണ് നമ്മൾ കാണുന്നത്. നിലത്തിരിക്കുന്നുണ്ടോ, അവർ ആ ജാറെന്ന് പറഞ്ഞാൽ ആ ജാറ് മേടിച്ചിട്ട് അതിനകത്താണ് ഗംഗയിലെ വെള്ളം എടുത്തുകൊണ്ട് വീട്ടിൽ പോകുന്നത്. അത് പുണ്യ ജലമാണെന്ന് അവർ പറയുന്നത്. അവരുടെ ഒരു വിശ്വാസമാണത്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇതൊക്കെ നമ്മളിപ്പോൾ കാണുന്നതാണ് അവിടുത്തെ ഷോറൂംസാണ്. അതെല്ലാം കടകളാണ്. പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ, ഹനുമാന് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ മേടിക്കാൻ കിട്ടും. സ്ഥലമൊക്കെ നോക്കി എത്ര ക്ലീനാന്ന് നോക്കി. അതാണ് ഗവൺമെൻറ് ഇങ്ങനെ ആയിരിക്കണം. എല്ലാം ക്ലീനാക്കി ഇടുക, എല്ലാം ഓർഡർലി ആയിരിക്കണം. വരുന്ന ജനത്തിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ദർശൻ എടുക്കാൻ സാധിക്കണം. അവൻ വായിക്കാത്തൊരു കമ്പ് വെച്ചേക്കുന്നുണ്ടോ? അത് എന്താണെന്ന് വെച്ചാൽ അത് പല്ല് തേക്കുന്നതാണ്. അത് ഇവിടെ പല്ല് തേക്കുന്ന അങ്ങനെയാണ്. മറ്റേ നമ്മുടെ ഈ നീമുണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ കമ്പെടുത്ത് ചവച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ പല്ല് തേയ്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഗംഗ. ഓക്കെ.